അപ്പുറത്തെ വീട്ടുകാരായിട്ട് നല്ലൊരു ഗംഭീര വഴക്കിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. എന്തിനാന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അവിടെ റോട്ടിൽ മൊത്തം കല്ലുകൾ നിരത്തി വെച്ചിരിക്കുക. എന്താ പറ്റി, എനിക്കും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കസ്റ്റമർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അതല്ലാതെ ഡൗട്ട്, നാളെ പോകുമ്പോഴേ അവർ ടയറ് പഞ്ചറാവാൻ വേണ്ടി വല്ല ആണി അവിടെ തിരികെ വെക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഒന്നാമത് നമ്മൾ വഴക്കാളിന്റെ അടുത്താണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. വഴക്കാളിൽ നിന്നും പറഞ്ഞ പോലെ അതിനേക്കാളും മേലെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അമ്മൊന്ന് ചുരിദാർ ഗെറ്റപ്പിലാണ്. സ്കൂളിലേക്ക് പുറപ്പെട്ടു പോവാൻ പോവാണ്. 5-10 മിനിറ്റ്സിൽ ഇറങ്ങും. ഇത് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇന്ന് സാരി ഒന്നും ഇല്ലാത്തത്. റൈറ്റ്. 3:30 വരണ ടോപ്പിക് ചെയ്യാൻ. എന്നാ മറ്റേ കസ്റ്റമർ വരൂടാ. അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും. അത് തീർത്തിട്ടേ പോകുള്ളൂ. 5 മിനിറ്റ് വന്ന് പിക്ക് ചെയ്യാം. അധികം ദൂരമില്ലല്ലോ. നിങ്ങൾ ദോശ കഴിച്ചോ? ദോശ കഴിച്ചുകൂടെ? വേണ്ടേ? പിന്നെ എന്തിനിപ്പോ ഞാൻ കഴിക്കേ? രണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പഴം കൂട്ടിയാണ് കഴിച്ചുകൂടെ? നല്ല സാധനം ഉണ്ടാവുമല്ലോ, കൂട്ടും കൂട്ടി കഴിക്കണ പോലെ. വളരെ സാഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? ഞാൻ പണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ, എനിക്ക് കുറച്ച് ഡിസൈൻ ചാർജിൻ്റെ കുറച്ച് ഫണ്ട് വരാനുണ്ട് എന്നുള്ളത്. ഇത്രയും ദിവസമായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു റെസ്പോൺസും ഇല്ല. നമ്മളെ സത്യത്തിൽ ചതിക്കുക എന്നൊക്കെ പറയില്ലേ, അവരങ്ങനെ പൈസ ഇല്ലാത്ത ടീമൊന്നുമല്ല. നല്ല ബിഗ് കമ്പനിയാണ്, ഒരു വലിയ സെറ്റപ്പുള്ള ഒരു അടിപൊളി കമ്പനിയാണ്. അവർ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും UK-ലേക്കും US-ലേക്കും ഒക്കെ പ്രൊഡക്റ്റുകൾ കയറ്റി അയക്കുന്ന ഒരു എക്സ്പോർട്ടിങ് കമ്പനിയാണ്. അവർക്ക് ഫണ്ടില്ലാത്ത പ്രശ്നമൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഡിസൈൻ ചാർജ് എന്ന് പറയുന്ന ഫണ്ട് അവരുടെ ഒരു ഫണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു അസറ്റ് വെൽത്ത് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. എനിക്കാണ് അതിപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുള്ളൂ. അവർക്കത് തോന്നൂല. അവർക്കത് തരാനില്ലാണ്ടൊന്നല്ല, അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. എങ്ങനെയെങ്കിലും ചതിക്കുക എന്നുള്ളത് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റാണ് അവരുടെ ഉള്ളിൽ. പറ്റിക്കുക, കൊടുക്കാതിരിക്കുക, അങ്ങനെ കിട്ടുമ്പോൾ ഒരു ലാഭം ഉണ്ടല്ലോ, ആ ലാഭം വെച്ചിട്ട് അവരിങ്ങനെ ഉണ്ടാക്കുക. എന്താ അവർ ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല. ഇതുവരെയായിട്ട് അവർ തന്നിട്ടില്ല പൈസ. അപ്പുറത്തെ വീട്ടുകാരായിട്ട് നല്ലൊരു ഗംഭീര വഴക്കിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. എന്തിനാന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അവിടെ റോട്ടിൽ മൊത്തം കല്ലുകൾ നിരത്തി വെച്ചിരിക്കുക. ഞങ്ങളിവിടെ ഈ വാട്ടർ ടാങ്ക് പൊളിച്ചതിൻ്റെ കുറേ കല്ലുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ കല്ലുകളെല്ലാം കൂടി എടുത്തിട്ട് അവിടെ വഴിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. എന്നതിന് ശേഷം അവരുടെ മുമ്പിൽ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്, കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ആ കോൺക്രീറ്റ് അവർക്ക് തകരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ കാറോ ലോറിയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ കയറുമല്ലോ, കയറിയാൽ മൊത്തം ഡാമേജ് ആവുമല്ലോ. അങ്ങനെ ഡാമേജ് ആയിട്ട് അത് നശിച്ചു പോകുന്നത് അവർക്ക് കാണാൻ വയ്യ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, കല്ലുകൾ നടുക്ക് വയ്ക്കുക. അപ്പോൾ പിന്നെ കാറൊന്നും അങ്ങോട്ട് വരില്ല. ആകെയുള്ളത് ബൈക്കാണ്. ആ ബൈക്കിന് പോലും പോകാനുള്ള വഴി ഇല്ലാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാവാതെ പറ്റും. ഞാനും വൈഫും കൂടിയൊക്കെ പോണതാണ് ബൈക്കും കൊണ്ട്. അതിൽ കുണ്ടുകൂടെ തട്ടി തടഞ്ഞ് വീഴാൻ പോണ പോലെ പോകണം. എങ്ങനെയുണ്ട്? അപ്പോൾ അതിന് അവർ ഈ വീട്ടുകാർ ഇന്നലെ അവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചതാണ്, സോഫ്റ്റായിട്ട് സംസാരിച്ചതാണ്. ഒരു റിസൾട്ടും ഇല്ല. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ കല്ല് കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവരെന്നെ പറയണത് ഇവൻ വന്ന് സംസാരിക്കാൻ വന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവൻ പതുക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം റിസൾട്ട് ഇല്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റിസൾട്ട് വന്നു, കുറച്ച് വഴക്കിടേണ്ടി വന്നു. അതിൻ്റെ ഒരു മനപ്രയാസത്തിലിരിക്കുകയാണ്. സാധാരണ ആരുടെ അടുത്ത് മിണ്ടാനേ പോകാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അവരുടെ അടുത്ത് വഴക്കടിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പെട്ടു. ഇപ്പോൾ എങ്ങനെയുണ്ട്? പറയിപ്പിച്ചതാണ് അവരായിട്ട്. ആ കുണ്ടും കുഴിയുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കുക പറഞ്ഞപ്പോൾ അവർ പറയണം ഇതൊക്കെ റോഡ് തന്നെയല്ലേ, കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ തന്നെ വെക്കുമെന്ന്. ഇത് വീടുണ്ടാക്കിയ ആളുടെ അടുത്ത് ചോദിക്കുക, കെട്ടി തന്ന ബിൽഡറുടെ അടുത്ത് പോയി നിങ്ങൾ സംസാരിക്കുക എന്നൊക്കെയാണ് പറയണം. വഴി പ്രശ്നത്തിൻ്റെ മുകളിൽ വഴക്ക് കൂടി വന്നതിന് ശേഷം ഒരു മനസമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. മനസ്സ് മൊത്തം ഒരു അപ്സെറ്റായ പോലെ. ഒരു ബൈക്ക് കൊണ്ടുവരുന്ന കാര്യത്തിനാണ് ഇപ്പോൾ ആ ഒരു വഴക്ക് നടന്നത്. ഇക്കണക്കിന് ഒരു കാറ് നമ്മളെങ്ങാനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗേറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വിദൂര സ്വപ്നം മാത്രമാണ്. അവർ സമ്മതിക്കില്ല. അപ്പോൾ അടിയോടടിയായിരിക്കും. എന്തായാലും വഴക്ക് കൂടിയാലും ശരി, ഒരു ടയർ പോകാൻ മാത്രമുള്ളൊരു വഴി അവരിപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കല്ലൊക്കെ ഒന്ന് നീക്കി വെച്ച് തന്നിട്ടുണ്ട്. ആകെയുള്ള ഒരു ആശ്വാസം ഇപ്പോൾ അതാണ്. 11:30 ആകുമ്പോഴേക്ക് ക്ലയൻറ്റ് വരുമെന്ന് പറഞ്ഞതാണ്. അതിനു മുമ്പ് ഇത് തീരും തോന്നുന്നില്ല. എന്തായാലും ഇന്ന് ഫുൾ ഡേ ഇരുന്നിട്ട് നമുക്ക് വർക്ക് തീർക്കേണ്ടി വരും. ഇന്ന് വ്ളോഗിൻ്റെ ലെങ്ത് കുറവായിരിക്കും. ഇന്നത്തെ വ്ളോഗിൻ്റെ ഷൂട്ട് ചെയ്യാൻ നേരം കിട്ടണില്ല. ഫുൾ ടൈം വർക്കിലാണ്. ഒരുപാട് വട്ടമായി റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലോഡ് താങ്ങുന്നില്ലേ. നമ്മളുടെ ഡിസൈനിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹെവി ലോഡ് വർക്കല്ലേ. എങ്ങനെയെങ്കിലും ക്ലയൻറ്റ് വരുമ്പോഴേക്ക് ഇതൊന്ന് തീരുമാനമാക്കണം. ഇതാണെങ്കിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. കണ്ടോ,
എവിടെ എത്തുമെന്ന് അറിയില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കണം. മറ്റന്നാളെ ഇത് ട്യൂസ്ഡേ ആണ് അത്ര അതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അതിനു മുമ്പ് ബുക്ക് റിലീസ് ചെയ്യണം. കേബേജ് ഉപ്പേരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മസാല ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് വ്യവഹാരം ആകുമ്പോഴേക്ക് ലേശം ഉപ്പിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞാൻ എൻ്റെ വർക്കിലേക്ക് തന്നെ തിരിയട്ടെ. വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ സമയത്താണ് ഈ പരിപാടിയൊക്കെ. വേറെ സമയമില്ലല്ലോ അതിനായിട്ട്. കഴിക്കാൻ വേണ്ടിക്ക് കസ്റ്റമർ മുകളിലുള്ളതുകൊണ്ട് 2:10 ആവാറായി. നമ്മുടെ ആസ് യൂഷ്വൽ ദോശ, കേബേജ് ഉപ്പേരി, ഉള്ളി, തക്കാളി, മസാല, കറി എന്ത് പറയണമെന്ന് അറിയില്ല. നീ അമ്മ വെച്ചതാണ്. പിന്നെ സംഭാരം, വേണമെങ്കിൽ ലേശം ചോറ് കൊടുക്കാം. എന്താണ് ലഞ്ച്? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കട്ടെ, മേലെ പോട്ടെ, വർക്കുണ്ട്. കസ്റ്റമറെ വീട്ടിലിരുത്തിയിട്ട് അമ്മൂനെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നിട്ടാ സ്കൂളിലേക്ക്. സ്കൂളൊക്കെ വിട്ടു. ഗ്യാസിന്റെ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവര് പറയണ ഇനി ഒരു 10 ദിവസം കൂടി പിടിക്കുന്നതാണ്. ഒരു 20 ദിവസത്തിനുള്ളിൽ എന്തായാലും ഗ്യാസ് ഡെലിവറി ചെയ്യുന്ന പറയണേ. ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ മാസം 27-ന് ബുക്ക് ചെയ്തതാ. ഇന്നേക്ക് ഇപ്പൊ ഏകദേശം ഒരു 10-12 ദിവസമായി. ഇനി ഒരു 10 ദിവസമെങ്കിലും പിടിക്കും മിനിമം എന്നാണ് അവര് പറയണത്. വന്നാ മതിയായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ വിറക് കൂട്ടി കത്തിക്കേണ്ടി വരും റോട്ടിൽ വെച്ചിട്ട്. അതാണ് അവസ്ഥ. അമ്മൂനെ കൂട്ടിക്കൊണ്ടു വന്നു. ഇനി നേരെ വർക്കിലേക്ക് തിരിയട്ടെ. ആളവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കസ്റ്റമർ. വന്ന ക്ലയന്റ് പോണ സമയം എന്ന് പറയുന്നത് ഏകദേശം 7 മണിയാണ്. 7:10 ഇപ്പോഴാണ് മൂപ്പര് ഇറങ്ങിപ്പോയത്. ഇനി വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഡിന്നർ. എന്തൊരു നായത്. നീ വേണം ഡിന്നർ ഉണ്ടാക്കാൻ. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. 2 സാധനം ഉണ്ടായി, 2ഉം കേടാണ് അത്ര. അടിപൊളി. ഇതും കേട് വന്നു. ഇതിന്റെ സ്പ്രിങ് ഒക്കെ ഊരി തെറിച്ച് ആകെ നാശമായി. ഇനി എടുത്ത് തൊടിയിക്ക് ഇടാം. വേറെ ഒന്നിനും പറ്റില്ല. ഇതിപ്പോ എങ്ങനെയായെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിപ്പോ എന്താ ഇത് ഓണാക്കിട്ടിട്ട് പോയത്? ഓഫാക്കാൻ മറന്നതായിരിക്കും അല്ലേ? കത്തിച്ചിരുന്നോ? അവനെ കയ്യിൽ നിന്ന് അങ്ങനെ ചാടിയിട്ടുണ്ടാവും. സ്പ്രിങ് ഊരി തെറിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പിന്നെ ആദ്യമായി കേടായി കംപ്ലൈന്റ് ആയതാ. ഇയാള് അവരുടെ അടുത്ത് വല്ല ചോദിക്കുക പറയുന്നതിലും ചെയ്തോ? ഇയാളെ കണ്ടോ പിന്നെ അവര്? ഇന്ന് സ്കൂളിൽ എത്തിയിട്ട് ശരി എതിർ വീട്ടിലത്തെ ആളല്ലേ എന്തിനാ വെറുതെ ഇങ്ങനെ ഇതാക്കാന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിച്ചു. നമ്മുടെ ഫോണില് ചാർജ് ഇല്ല, റീചാർജ് ഇല്ല, കിട്ടിയില്ല. അപ്പൊ മകൾക്ക് വിളിച്ചു. മകള് അപ്പൊ അമ്മ കടയ്ക്ക് പോവാണ്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ എടുത്തില്ല. ശരി കണ്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കില്ലേ? അതും ചെയ്തില്ല. നാളെ ആണേ വിട്ടു. പോയി പണി നോക്കട്ടെ. എനിക്കതല്ല ഡൗട്ട്. നാളെ പോകുമ്പോഴേ അവര് ടയറ് പഞ്ചറാവാൻ വേണ്ടി വല്ല ആണി അവിടെ തിരികെ വെക്കുമെന്ന് എനിക്ക് ഡൗട്ട്. ഒന്നാമത് നമ്മൾ വഴക്കാളിന്റെ അടുത്താണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. വഴക്കാളിൽ നിന്നും പറഞ്ഞ പോലെ അതിനേക്കാളും മേലെ എന്താ പറയാ, ചേരി ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, സ്ലം, ആ ഒരു കാറ്റഗറി, ആ ഒരു കൾച്ചർ, അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ വഴക്കിന്റെ ഒന്നും വീഡിയോ ഇടാത്തതിന്റെ മെയിൻ കാരണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ യൂട്യൂബ്, അതെ, തമിഴ് അറിയാവുന്ന ആൾക്കാർ നിങ്ങളിൽ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ തെറിയൊക്കെ കേൾക്കണമെങ്കിൽ വെറുതെ എന്തിനാ? മാത്രമല്ല ഈ കൂടുതൽ വഴക്ക് ഇങ്ങനെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ചിലപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. കാരണം അങ്ങനത്തെ വയലൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല, അത് ഇടണ്ടെന്ന് വെച്ചു. കാരണം ഷൂട്ട് ചെയ്തിട്ടും വലിയ ഗുണമൊന്നുമില്ല, ഇടാൻ പറ്റില്ല. പിന്നെ എന്നൊരു കാര്യം അറിയോ, നമ്മൾ ഇവിടുന്ന് അതുവരെ പോണ വരെ അവര് ഇങ്ങനെ പറഞ്ഞു അത്ര കേൾക്കാൻ പാടാത്ത വാക്കുകളൊക്കെ നമ്മളെയും അയൽവക്കത്തെ കാരില്ലേ അവര് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അത്ര വൈകർ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നു. കേൾക്കാനേ പറ്റുന്നില്ല. അവര് എന്നോട് പറഞ്ഞാണ്, അടുത്ത വീട്ടിലത്തെ അവര് ഞാൻ വിളിച്ചിരുന്നു ഇതുപോലെ ഉണ്ടായി സംഭവം എന്ന്. അല്ലാതെ ഫീൽ ആയിപ്പോയി എനിക്ക് അവിടെ പോയി ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വർക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അത് ഞാനും കേട്ടു. ഞാൻ വന്നപ്പോ നിങ്ങൾ പോവായിരുന്നു. പിന്നെ ഭയങ്കര ഇതായിട്ടാണ് അവരിങ്ങനെ സംസാരിച്ചത്. എനിക്ക് ഭയങ്കര ഫീലായി, എൻ്റെ വൈഫിനും ഭയങ്കര ഫീലായി എന്നൊക്കെ അവർ പറഞ്ഞു. എന്താ പറ്റിയ, എനിക്കും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കസ്റ്റമർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ വർക്ക് ചെയ്ത് തീർത്ത് വിട്ടു. മെന്റലി ആകെ അപ്സെറ്റ് ആയിപ്പോയി. കാരണം ഇങ്ങനെ വഴക്കിടാറ് അന്ന് നമ്മളെ ശീലമില്ലല്ലോ. നമ്മൾ വീട്ടിൽ വഴക്കിടാ. എനിക്കുള്ള വഴക്കാളി ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഇതല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ടൊരു വഴക്കോ ബഹളോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സംസാരിക്കാനേ പോവാറില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നമുക്ക് ഇതുപോലത്തെ. ശരിക്കും ഏട്ടൻ വായേ തുറക്കാറില്ല. എല്ലാം ഇപ്പൊ
എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറയുന്നല്ലാതെ ഏട്ടനായിട്ട് വായെ തുറക്കില്ല. ഇന്നിപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി 4 വട്ടം കുട്ടിയായിട്ട് കയറിയപ്പോൾ വണ്ടിയിൽ കയറിയപ്പോഴായാലും ശരി, ഞങ്ങള് നോർമലായി ഞങ്ങൾ മാത്രം വന്നാലും 4 വട്ടം സ്ലിപ്പായി വീഴാൻ പോയി. വേണ്ടേ എന്ത് മാറ്റി? പെട്ടെന്ന് വ്ളോഗിലേക്ക് മാറ്റിയില്ലേ? അവയെ കാണാനില്ലല്ലോ. ആ ഞാനമ്മ ഇന്ന് അമ്മമ്മയുടെ വീട്ടിലാണ്. ഞാന് ഭക്ഷണം കഴിച്ചു. വാവക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. നെക്സ്റ്റ് ബ്ലോഗിൽ വീണ്ടും കാണാം. ബൈ. സൂപ്പർ വാവേ. സൂപ്പർ.